പുറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ദൈവം മോശയോട് വിളിച്ചു പറയുക, ഞാൻ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. ഒരു സ്തോത്രം പറ. ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി നിൽക്കാൻ പോവുകയാണ്. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി നിൽക്കാൻ പോവുകയാണ്. മനസ്സിലാവുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. ചിലരുടെയൊക്കെ മരുഭൂമിയുടെ നടുവിൽ പാറ പിളർക്കപ്പെടേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി നിൽക്കാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ. ഈ രാത്രി ആരോ പറയുന്നു, എനിക്കൊരാവശ്യം വന്നാൽ എനിക്ക് വേണ്ടി നിൽക്കാൻ ആരുമില്ല. പക്ഷെ ഈ രാത്രി കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി വന്ന് നിൽക്കും. നിന്റെ ഭവനത്തിൽ, നിന്റെ ദേശത്ത്, നിന്നോടൊപ്പമുള്ളവരുടെ ഇടയിൽ നിനക്ക് വേണ്ടി നിൽക്കാൻ ആരുമില്ല. കർത്താവ് പറയുന്നു, നോക്കിക്കേ, ഞാൻ നിനക്ക് വേണ്ടി വന്ന് നിൽക്കും. ഇന്ന് രാത്രി ആരാ പ്രാർത്ഥിക്കുന്നേ? ആരാ ഈ രാത്രി ദൂതേറ്റെടുക്കുന്നേ? ഞാൻ നിനക്ക് വേണ്ടി വന്ന് നിൽക്കും. അല്ലേ? അവിടെ എഴുതിയിരിക്കുന്നത് ഹോരേബിൽ നിന്റെ മുമ്പാകെ. ഹലോ, നിന്റെ മുമ്പാകെ. അങ്ങനെയല്ലേ? കേൾക്കുന്നുണ്ടോ? കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞെന്താ? ഈ പാറ നമ്മെ അനുഗമിച്ചു. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഞാൻ നിന്റെ മുമ്പാകെ വന്നു നിൽക്കും എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയാം, നിന്റെ പുറകിലും ഞാനുണ്ട്, നിന്റെ മുമ്പിലും ഞാനുണ്ട്. ഓ രാത്രി കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ മുമ്പാകെ വന്ന് നിൽക്കും. ഉണ്ടോ ഇവിടെ എല്ലാവരും? നിന്റെ മുമ്പാകെ ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും. അല്ലേ? കർത്താവ് പറയുന്നു, നീ ഈ വെള്ളത്തിന് വേണ്ടി കരഞ്ഞ ആളിന് വേണ്ടിയിട്ടല്ലേ പറയുന്നേ? ജനത്തിന് വേണ്ടിയല്ലേ പറയുന്നേ? ഞാൻ നിനക്ക് വേണ്ടി വന്ന് നിൽക്കും. എനിക്കറിയില്ല, കർത്താവ് ആരോട് ശക്തമായി ഇടപെടുന്നു, ഞാൻ നിനക്ക് വേണ്ടി വന്ന് നിൽക്കും. എവിടെയാണോ എൻ്റെ കർത്താവ് വന്ന് നിൽക്കേണ്ടേ അവിടെ നിൽക്കും. നിന്റെ വീട്ടിനകത്ത് നിൽക്കണോ അവിടെ നിൽക്കും. ഏതെങ്കിലും രാജ്യത്തിൽ നിനക്ക് വേണ്ടി നിൽക്കണോ അവിടെ നിൽക്കും. ആമേൻ. കോടതിയിൽ നിനക്ക് വേണ്ടി നിൽക്കണോ അവിടെ ഞാൻ വന്ന് നിൽക്കും. നിന്റെ ദേശത്ത് നിനക്ക് വേണ്ടി നിൽക്കണോ അവിടെ ഞാൻ നിൽക്കും. ഹലോ, സംഹാരകൻ നിന്നെ കൊന്ന് കൊലവിളിക്കാൻ സംഹാരകൻ നിനക്കെതിരെ വരുമ്പോ, പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഞാൻ അവിടെ നിനക്ക് വേണ്ടി വന്ന് നിൽക്കണോ, ഞാൻ അവിടെ നിനക്ക് വേണ്ടി നിൽക്കും. എവിടെയാണോ നിനക്ക് കർത്താവിനെ വേണ്ടേ? ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലാവുന്നുണ്ടോ? എവിടെയാണോ നിനക്ക് യേശുവിനെ വേണ്ടേ അവിടെ അവൻ വന്ന് നിൽക്കും. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നയീനിലെ വിധവയോട് ചോദിച്ചാൽ വിധവ പറയും, എനിക്ക് എൻ്റെ യേശു വന്ന് നിൽക്കേണ്ടത് ഞങ്ങളുടെ മുമ്പിലാ. ആ പട്ടണത്തിൻ്റെ വാതിൽക്കല. അവൻ അവിടെ നിന്നില്ലെങ്കിൽ എൻ്റെ തലമുറ എനിക്ക് നഷ്ടപ്പെടും. അല്ലേ? എൻ്റെ ആകെയുള്ള പ്രതീക്ഷയാണ് എൻ്റെ മോൻ. അവനായി ഇപ്പൊ ശവമഞ്ചത്തിൽ കിടക്കുന്നേ. യേശു എൻ്റെ മുമ്പിൽ വന്ന് നിന്നാൽ, ആരോടൊക്കെ കർത്താവ് പറയുന്നു, കർത്താവ് നിനക്ക് വേണ്ടി നിൽക്കാൻ പോകുന്നു. ആമേൻ. പാറയിൽ നിന്നവൻ, അല്ലേ? ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ ഹോരേബിലെ ആ പാറയിൽ നിന്നവൻ നിന്റെ ജീവിതത്തിന്റെ എവിടെയൊക്കെയോ ഏതൊക്കെയോ മേഖലകളിൽ ഈ രാത്രി എന്റെ കർത്താവ് ഇറങ്ങി നിൽക്കാൻ പോകുന്നു.